ഹലോ, വെൽക്കം ടു വോക്സ് ചേതന. ഇന്ന് ചേതനോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. എക്കോ, കിഷ്കിന്ധാകാന്ഡം പോലെയുള്ള സിനിമകളുടെ എഡിറ്ററും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടി ആയിട്ടുള്ള സൂരജ് ES sir ആണ്. ഹായ് സർ, വെൽക്കം ടു വോക്സ് ചേതന. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് അവാർഡ് വിൻ ചെയ്തതിൽ. എന്ത് തോന്നുന്നു അവാർഡ് വിൻ ചെയ്തിട്ട്? അല്ല, സന്തോഷം തന്നെയാണ്. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന സിനിമകളും എല്ലാം നല്ല എന്താ പറയുക, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്തായാലും. ആൻഡ് ഓൾസോ നമ്മളുടെ ഫെസ്റ്റിവലിൽ DFSC ആണെങ്കിലും IDSFCയുടെ ഒക്കെ ജൂറി മെമ്പർ കൂടെയാണ്. സോ ഹൗ വാസ് ഇറ്റ്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സിനിമ എന്താ പറയുക, ഫിക്ഷൻ ഏരിയയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡോക്യുമെൻ്ററികളധികം അമുദൻ സാറായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫിക്ഷനുകളിൽ എന്താ പറയുക, സന്തോഷമുണ്ട്. കാരണം ഇനിയിപ്പോൾ അടുത്ത ജനറേഷനും ഇതിനെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നു. കുറേ ഇൻസ്പിറേഷൻസ് ഉണ്ട്, അതായത് സിനിമ ഇൻസ്പിറേഷനുകളിൽ നിന്ന് വരുന്നതുണ്ട്, ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമാണ് ഇപ്പോൾ. ശരി, നമ്മളിപ്പോൾ ബോംബെയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു നല്ല റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ ഇവിടെ നിന്ന് അത്രയും സീരിയസ് കണ്ടന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വരുന്ന ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷനൊക്കെ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. പുതിയ പുതിയ കഥകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് ഭയങ്കര അഭിമാനമാണ്. ഈ കണ്ട സിനിമകൾ, അതായത് സ്റ്റുഡൻസിൻ്റെ വർക്ക് കണ്ടതിൽ ഏതെങ്കിലും ഫിലിം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഫിലിം ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. ഞാനപ്പോൾ എനിക്ക് തോന്നിയ പോസിറ്റീവ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് സെക്ഷനിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ മീൻസ് ജനറലായിട്ട് പറയാതെ ക്രൂവിനോട് വേണമെങ്കിൽ സംസാരിക്കുമ്പോൾ പറയാം, ഇന്നതാണ് എനിക്ക് തോന്നിയത്, അതിൻ്റെ പ്ലസ് ഇതാണ് തോന്നിയത്, മൈനസ് ഇതാണ് തോന്നിയതെന്ന് പറയാം. അതെനിക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിൽ പറയാൻ എന്താണെന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ 24 hours ഡെബ്യൂ തുടങ്ങിയത്. ആൻഡ് ഇന്നിപ്പോൾ എക്കോ വരെ എത്തി നിൽക്കുന്നു. സിനിമേനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രം ഇവോൾവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ? ആദ്യം അതായത് 24 hours എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിജിറ്റൽ മൂവി എന്നൊക്കെ പറയാവുന്നൊരു പരിപാടിയായിരുന്നു. അതായത് അന്നത്തെ സമയത്ത് ഡിജിറ്റൽ ചെറിയ മിനി HDV എന്നൊക്കെ പറയുന്ന ഒരു ക്യാമറകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിരുന്നു. പിന്നെ അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് നോക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ ട്രൈ ചെയ്തതാണ്. അപ്പോഴും ഞാൻ ഫിലിം എഡിറ്റർ എന്നുള്ള ഒരു ബാനർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ ഫെഫ്കയിലൊന്നും രജിസ്റ്റർ അല്ലെങ്കിൽ എഡിറ്റർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഒന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ എങ്ങനെയോ വെള്ളിമൂങ്ങ സംഭവിച്ചു. അതിൻ്റെ വെള്ളിമൂങ്ങയുടെ ഡയറക്ടർ ജിബു ജേക്കബാണ്. അപ്പോൾ പുള്ളിക്ക് നേരത്തെ പരിചയമുണ്ട്. ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പേടിയില്ലാതെ പറഞ്ഞതോ സിനിമ ചെയ്യാം. സ്ഥിരമായിട്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കുറേ പരസ്യങ്ങൾ കൂട്ടിച്ചേർത്ത പോലെ പരിപാടിയാണല്ലോ സിനിമ. അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പേടി കൂടുകയാണ്. അതായത് ആദ്യം നമ്മൾ സിനിമ ചെയ്ത അത്ര ധൈര്യമില്ല പിന്നത്തെ സിനിമ ചെയ്യുമ്പോൾ. ഇത് ചെയ്യുമ്പോൾ വെച്ചാൽ അങ്ങനെയല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണെന്ന് അറിയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടി അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞു അഡ്വർടൈസിങ് ചെയ്തുകൊണ്ടിരുന്നു എന്നല്ല. അപ്പോൾ അഡ്വർടൈസിങ്ങും ഫിലിമും തമ്മിൽ എന്തോരം ഡിഫറൻസുകൾ തോന്നിയിട്ടുണ്ട്? അഡ്വർടൈസിങ്ങിൽ ശരിക്കും ഓൾറെഡി അതിലൊരു സെല്ല് ചെയ്യാനൊരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് അതല്ലെങ്കിൽ ഒരു ഏജൻസി എന്നൊക്കെ പറയുന്ന കുറേ റോളുകളുണ്ടല്ലോ. ഇപ്പോൾ അതിലൊരു സെല്ല് ചെയ്യാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രയോറിറ്റി അതിനാണ്. ഇപ്പോൾ ഇമോഷൻസിനേക്കാളും അതല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെല്ലിംഗ് പാർട്ടാണ്, ഇതിൻ്റെ കമേഴ്ഷ്യൽ സെല്ലിംഗ് പാർട്ടാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ചിലയിടത്ത് മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. ചിലതിൻ്റെ ഡ്യൂറേഷനോ അതല്ലെങ്കിൽ ഇത് ഇത്ര സെക്കൻഡിൽ തീരണം എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവർക്കൊരു നല്ല കണ്ടന്റ് കിട്ടിയാൽ എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മളുടെ ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂരിഭാഗവും ഒരു 30 സെക്കൻഡിനുള്ളിൽ കഥ തീരണം എന്നുള്ളതാണ്. അപ്പോൾ 30 സെക്കൻഡിനുള്ളിൽ ഒരു കഥ പറയുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അത് ചെയ്തത് എനിക്ക് ഉറപ്പായിട്ടും സിനിമയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു 1.5 മിനിറ്റ് കഥേനെ ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ പറയാന്നുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ. അത് ചെയ്ത് കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ സിനിമയിൽ അത് അപ്ലിക്കബിൾ ആണ്. കണ്ടന്റ് കുറച്ച് വലുതാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ കുറുക്കിയെടുക്കാം എന്നൊരു പരിപാടിയാണ്.
അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞു നമ്മളുടെ മലയാള സിനിമ ഇപ്പോൾ ലോകമെമ്പാടും ഭയങ്കര ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എഡിറ്റിങ്ങിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു? എഡിറ്റിങ്ങിൽ മാറ്റം എന്നുള്ളതിനേക്കാളും നമ്മൾ പറയുന്ന കഥകൾ എവിടെ നിന്ന് വാച്ച് ചെയ്യുമ്പോഴും അത് മനസ്സിലാവുന്നുണ്ട്. മീൻസ് അതായത് ആ കണ്ടന്റ് അവിടെ കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് അത് കൺവേ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ പറയുന്ന എഡിറ്റിങ്ങും എല്ലാം ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തണം. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പല സിനിമയിലത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനുള്ള അത്രയും ഉത്തരവാദിത്തമൊക്കെ തന്നെ എഡിറ്റിനുണ്ട്. ലാസ്റ്റ്ലി നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ്, ചേതനയിലെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാതെ എല്ലാ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫിലിം ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കാനുള്ള, ലൈക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെ? പരമാവധി സിനിമകൾ കാണുക, ഇൻ്റർനാഷണൽ കണ്ടന്റുകൾ കാണുക. പിന്നെ ചെറുതാണെങ്കിലും മാക്സിമം നമുക്ക് ഇപ്പോൾ ഫോണിലാണെങ്കിൽ പോലും നമുക്കൊരു ആശയം വന്നാൽ അത് അപ്പം തന്നെ ഇപ്പോൾ ഇവൻ ഷൂട്ട് ചെയ്തിട്ടോ എഴുതി വെക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും നമുക്ക്. ഇന്ന് നമുക്ക് തോന്നിയ തോട്ടുകൾ ചിലപ്പോൾ നാളെ തോന്നിക്കൊള്ളണമെന്നില്ല. ഞാനൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ആലോചിച്ച് എന്തെങ്കിലും സംഗതി ആലോചിച്ച് വെച്ച് ചിലപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പം എന്ത് തന്നെ തോട്ടായിക്കോട്ടെ, അതിപ്പോൾ മോശമെന്നോ നല്ലതെന്നോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു ഇമ്പ്രഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈവൻ അത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ഇപ്പോൾ എല്ലാവരും എല്ലാം ചെയ്യാൻ കേപ്പബിളാണ്. അതായത് എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ ചെയ്യാൻ അറിയുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവർ മാക്സിമം എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഓരോ എക്സ്പെരിമെൻറ്റും നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. അതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സർ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. ഓൾസോ ഇനിയും കുറേ അധികം സിനിമകളിലൂടെ ഞങ്ങൾ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.